നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒടുവിൽ ആശ്വാസം. 9 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണം, എങ്കിൽ മാത്രമേ നീതി നടപ്പാകുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഛത്തീസ്ഗഡിന് പുറമെ രാജസ്ഥാനിലും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കേസ്. മലയാളി പാസ്റ്റർക്കെതിരെ കേസെടുത്ത് രാജസ്ഥാൻ പോലീസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് കേസ്. സംസ്ഥാന സർക്കാരിന്റെ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിന് തുടക്കമായി. ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. സിനിമാ മേഖലയിൽ ഏകീകൃത പെരുമാറ്റച്ചട്ടം, നയരൂപീകരണ കരട് പുറത്ത്. ദ കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം നൽകിയതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിമിഷപ്രിയയുടെ വധശിക്ഷ. കാന്തപുരത്തിന്റെ പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിൽ പോകാൻ അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ചർച്ച നടക്കുന്നത് കുടുംബങ്ങൾക്കിടയിലെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. 9 ദിവസത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് NIA കോടതി. ബിലാസ്പൂർ NIA കോടതിയാണ് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. ബിലാസ്പൂർ NIA കോടതി ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിച്ച് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി 2 കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. ബിലാസ്പൂർ കോടതിയിൽ വാദം പൂർത്തിയായിരുന്നു. ഇരുവിഭാഗവും കോടതിയിൽ വാദം നടത്തി. മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം. ഇരുവരും ഉടനെ തന്നെ മോചിതരാകും. വിധിയിൽ സന്തോഷമെന്ന സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ചെറിയാൻ പ്രതികരിച്ചു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെട്ടു. അവസാന നിമിഷം വരെ ആശങ്കയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കുടുംബം ബിലാസ്പൂർ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 3:30 കോടതി കേസ് പരിഗണിച്ചിരുന്നു. നേരത്തെ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ NIA കോടതിയിലും പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയായിരുന്നു. ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കന്യാസ്ത്രീകൾ തുടർച്ചയായി ചെയ്യുന്നതാണ്. ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടരും എന്നിങ്ങനെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവരാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ മാനിച്ച കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജാമ്യം നൽകണമെന്നുമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ പ്രതികരിച്ചു കുടുംബം. എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം അറിയിച്ചു. ജനപ്രതിനിധികളും സഭാ നേതൃത്വവും സമൂഹവും ഒപ്പം നിന്നു. പ്രാർത്ഥനയുടെ ഫലമായാണ് ഇത് സംഭവിച്ചത്. കേസ് പിൻവലിക്കണം, നടപടികൾ നീണ്ടു പോകരുതെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി. ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ചെറിയാൻ പറഞ്ഞു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനായി കേന്ദ്രവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമപ്രവർത്തകരും ഇടപെട്ടിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചു. വല്ലാത്ത അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയത്. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നത്. പാസ്പോർട്ട് കെട്ടിവെക്കുക, 50,000 രൂപയുടെ 2 ആൾജാമ്യം തുടങ്ങിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. M5 ന്യൂസ്, കൊച്ചി. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തയ്യാറാകണം. അല്ലാത്തപക്ഷം മതസ്വാതന്ത്ര്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും വിചാരണ ചെയ്യാൻ അവർ വീണ്ടും രംഗത്തിറങ്ങും. കേസ് റദ്ദാക്കിയാൽ മാത്രമേ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ചുവെന്ന് പറയാനാകൂവെന്നും സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ പ്രതികരിച്ച് KCBC പ്രസിഡന്റും മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമ്മീസ് ബാവ തെറ്റിദ്ധരിച്ചാണ് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തതെന്നും സുവിശേഷീകരണം ദൈവസ്നേഹത്തിന്റെ അടയാളമാണെന്നും ക്ലിമ്മീസ് ബാവ പ്രതികരിച്ചു. മതപരിവർത്തനം നടത്തി ലോകസ്നേഹം പിടിച്ചുപറ്റിയ ആളല്ല മദർ തെരേസ. മിഷണറിയാവുക, രക്തസാക്ഷികളുടെ വേഷം അണിയുക, വേണ്ടി വന്നാൽ ജീവൻ വെടിയുകയെന്നും ക്ലിമ്മിസ് ബാവ പ്രതികരിച്ചു. പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്.
വേദനകളുടെയും സമ്മർദ്ദങ്ങളുടെയും കാലഘട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറസ്റ്റിലായി 9ാം ദിനമാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം ലഭിക്കുന്നത്. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. ഇരുവരുടെയും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവയ്ക്കണം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരെ പരാതി നൽകി കന്യാസ്ത്രീകളുടെ കൂടെയുള്ള പെൺകുട്ടികൾ. ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചെന്നും പെൺകുട്ടികൾ മൊഴി നൽകി. കമലേശ്വരി പ്രധാൻ അടക്കം 3 പെൺകുട്ടികളാണ് നാരായൺപൂർ പോലീസിൽ പരാതി നൽകിയത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ ജൂലൈ 15-നാണ് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. 21 വർഷമായി രാജസ്ഥാനിലെ ദൗസയിൽ പാസ്റ്ററായി സേവനം ചെയ്തു വരികയാണ് തോമസ് ജോർജ്. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ, RSS, BJP, ഹനുമാൻ സേന പ്രവർത്തകർ എത്തിയെന്നും പോലീസ് എത്തി ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയതെന്നും തോമസ് ജോർജ് പറഞ്ഞു. പിന്നീട് 6-ാം തീയതി 500ഓളം പ്രവർത്തകർ JCB-യുമായി പള്ളി പൊളിക്കാൻ എത്തിയെന്നും തോമസ് ജോർജ് പറയുന്നു. താൻ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് അവർ പറയുന്നത്. ഇതുവരെയും ആരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. അവിടേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുവെന്ന് മാത്രം. അന്ന് പോലീസ് സംരക്ഷണം തന്നു. സമാധാനമായി എന്ന് വിചാരിക്കുകയാണ് 15-ാം തീയതി തന്റെ പേരിൽ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. വളരെ പ്രയാസത്തിലാണെന്നും തോമസ് ജോർജ് പ്രതികരിച്ചു. M5 ന്യൂസ് ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിന് തലസ്ഥാനത്ത് തുടക്കമായി. കാസ്റ്റിംഗ് കൗച്ചിനോട് ടോളറൻസ് ഇല്ല. സിനിമാ മേഖലയിലെ ചൂഷണവും അധികാര കേന്ദ്രീകരണവും ഒഴിവാക്കാൻ നിയമനിർമ്മാണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കരട് രേഖ പുറത്ത്. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം, ചൂഷണം അവസാനിപ്പിക്കണം, പരാതികൾ പറയുന്നവർക്ക് സംരക്ഷണം ഒരുക്കണം തുടങ്ങിയ ശുപാർശകളും കരട് നയത്തിലുണ്ട്. നയം നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ കേരള ഫിലിം ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കാനും നിർദ്ദേശം. കാസ്റ്റിംഗ് കൗച്ച് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. ലിംഗാടിസ്ഥാനത്തിൽ വേർതിരിച്ച ശുചിമുറികൾ വേണം. സുരക്ഷിതമായ താമസ സൗകര്യങ്ങളും വിശ്രമമുറികളും ഒരുക്കണം. സ്ത്രീകളുടെയും ലിംഗ ന്യൂനപക്ഷങ്ങളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. സിനിമാ സെറ്റുകളിൽ പോഷ് നിയമം കർശനമായി നടപ്പാക്കുക. പ്രതികാര നടപടിയായി പ്രൊഫഷണലുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് നിരോധിക്കണം. സൈബർ പോലീസിന് കീഴിൽ ആന്റി പൈറസി പ്രത്യേക സെൽ തുടങ്ങണം. പ്രൊഡക്ഷനിൽ സേഫ്റ്റി ആൻഡ് ഇക്വിറ്റി ഓഫീസർമാരെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കരടിൽ പറയുന്നത്. സിനിമയിൽ വിവേചനവും ലൈംഗിക അതിക്രമവും അധികാര കേന്ദ്രീകരണവും തടയണം. അധികാര ശ്രേണികൾ ഇല്ലാതെയാക്കി അധികാര രൂപങ്ങളുടെ അമിത ഇടപെടലുകൾ ഒഴിവാക്കണം. എല്ലാ സംഘടനകൾക്കുമായി ഏകീകൃത പെരുമാറ്റച്ചട്ടം വേണം. ലഹരി ഉപയോഗം തടയണം. ഓൺലൈൻ കംപ്ലയിന്റ് പോർട്ടൽ ആരംഭിക്കുകയും ഇതിൽ സ്വകാര്യത ഉറപ്പാക്കുകയും വേണമെന്നും നയം പറയുന്നു. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുമായി നയരൂപീകരണ സമിതി നടത്തിയ ചർച്ചകളിൽ നിന്നാണ് കരടിന് രൂപം നൽകിയത്. കോൺക്ലേവിൽ ഉയർന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ നയം തയ്യാറാക്കും. M5 ന്യൂസ്, തിരുവനന്തപുരം. ദ കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം നൽകിയതിൽ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഒന്നിച്ച് പ്രതികരിക്കണമെന്നും കേരള സ്റ്റോറിക്ക് പുരസ്കാരം നൽകിയത് ഖേദകരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമാ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ കേരളത്തിന്റെ ചലച്ചിത്ര പൊതുബോധം ഒന്നാകെ ഉണരേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും വിധ്വംസമായി അവതരിപ്പിക്കുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട്. മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിതക്രമത്തോടും ചേർന്നതുകൊണ്ടാണ്. ആടിത്തറക്കുന്നവർക്കാണ് ആക്രമണം ഉണ്ടാകുന്നത്. ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജനിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത്
സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിൽ പോകാൻ അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷ തള്ളി. സനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമാണെന്നും പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തുടർ ചർച്ചകൾക്കായി പ്രതിനിധികളെ യമനിലേക്ക് അയക്കാൻ അനുമതി വേണമെന്ന് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 3 പേർ, ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന മർക്കസിൽ നിന്നുള്ള 2 പ്രതിനിധികൾ എന്നിങ്ങനെ 5 പേർക്ക് അനുമതി വേണമെന്ന് സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികളായ 2 പേരെ കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത്. ഇതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ആക്ഷൻ കൗൺസിലിന് നൽകിയത്. ഇതുപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത്. ഈ അപേക്ഷയാണ് അനുമതി നിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഓണം കേമമാക്കാൻ കൃഷി വകുപ്പും. ഓണത്തിന് 2000 കർഷക ചന്തകൾ തുറക്കാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. 10% വില നൽകി പച്ചക്കറി കർഷകരിൽ നിന്നും സ്വീകരിക്കും. 20% അധിക വില ജൈവ കർഷകർക്ക് നൽകി ജൈവ പച്ചക്കറി സ്വീകരിക്കുമെന്നും 30% വില കുറച്ചാകും പൊതുജനങ്ങൾക്ക് ഓണത്തിന് പച്ചക്കറി നൽകുകയെന്നും മന്ത്രി പറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നം നിലയുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് തേങ്ങയ്ക്ക് വില കൂടണം എന്ന അഭിപ്രായക്കാരനാണ് ഞാനും ഞങ്ങളുടെ വകുപ്പും എല്ലാം. കർഷകർക്കാണ് ആത്യന്തികമായി അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. നാളികേരത്തിന് നല്ല വില കിട്ടുമ്പോൾ മാത്രമേ കർഷകരുണ്ടാവുള്ളൂ. എപ്പോഴും വിപണിയാണ് എല്ലാത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത്. ഏത് കർഷകരുടെ നമ്മൾ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില നിശ്ചയിക്കുന്ന ഉൽപ്പാദകരാണ്. നമ്മളെല്ലാം ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില നിശ്ചയിച്ച ഉൽപ്പാദകരാണ്. പക്ഷേ ഉൽപ്പാദകന് വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരേ ഒരു അത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമാണ്. കർഷകന് മാത്രമാണ് സ്വന്തം ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റാതെ വരുന്നത്. വിപണിയാണ് എപ്പോഴും വില നിശ്ചയിക്കുന്നത്. ചിലപ്പോഴെല്ലാം വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ വില വർധനവിലേക്ക് ഉൽപ്പന്നത്തിൽ എത്തുന്നതല്ല. അതിന് വിവിധങ്ങളായ ഘടകങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം നമ്മൾ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയതല്ല. പക്ഷെ എന്നാൽ ഉപഭോക്താക്കളുടെ ഭാഗം നോക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളും അക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. കേരഫെഡിനെ ഇടപെടുത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് വില കുറച്ച് നമുക്ക് പരമാവധി ഉപഭോക്താക്കൾക്ക്, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് വെളിച്ചെണ്ണയുടെ വിലയിൽ കേരഫെഡ് തന്നെ നൽകുന്നതിനകത്ത് എങ്ങനെ വില കുറച്ച് വിതരണം നടത്താൻ നൽകാൻ കഴിയും എന്നുള്ളത് ഞങ്ങളൊരു പരിശോധനയിലാണ്. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്തേക്ക് അത്തരമൊരു പരിപാടി കൂടി നടപ്പിലാക്കും. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറെ നേരിടാനൊരുങ്ങി സർക്കാർ. KTU ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകും. താൽക്കാലിക VC നിയമം റദ്ദാക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. സർവകലാശാല നിയമമനുസരിച്ച് നിയമനം നടത്തണമെന്നാണ് ആവശ്യം. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ കാണാതെയായെന്ന റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യ വകുപ്പ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ സർക്കാർ നീക്കത്തിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണ റിപ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ നൽകും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും ഉദ്യോഗസ്ഥരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. യൂറോളജി വിഭാഗത്തിൽ നിന്നും ഉപകരണങ്ങൾ കാണാതെയായ വിവരം ഡോക്ടർ ഹാരിസിനും അറിയാമായിരുന്നതായാണ് സൂചന. വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസ് തന്നെയാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ MBA ഫണ്ടിൽ നിന്നും വാങ്ങിയ ഉപകരണങ്ങൾ കാണാനില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണം. 20 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ടെന്നുമായിരുന്നു വീണ ജോർജ് പറഞ്ഞത്. എന്നാൽ ഉപകരണങ്ങൾ കാണുന്നില്ല എന്നത് ആരോപണം മാത്രമാണെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. ഉപകരണം കാണാതെയായതല്ല, ഉപയോഗിക്കാൻ പരിചയസമ്പന്നർ ഇല്ലാത്തതിനാൽ മാറ്റിവെച്ചതാണ്. വിദഗ്ധ സമിതിക്ക് അകത്തുകയറി ഉപകരണങ്ങൾ പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടി. M5 ന്യൂസ്, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതെയായതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ DME അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണെന്നും അന്വേഷണം നടക്കട്ടെയെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഇന്നും നാളെയും താൻ അവധിയിലാണെന്നും തിങ്കളാഴ്ച മുതൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമിതി ഇത് എങ്ങനെയാണ് അന്വേഷിച്ചതെന്ന് അറിയില്ലെന്നും ഉപകരണം കാണാതായിട്ടില്ല, ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ അറിയിച്ചു. മോർസലേറ്റർ എന്നൊരു ഉപകരണമുണ്ട്. ആ ഉപകരണം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, മാറ്റിവെച്ചിട്ടുണ്ട്.
അത് ഉപയോഗിക്കാൻ അറിയുന്ന ഡോക്ടർമാർ നിലവിൽ തങ്ങളുടെ കൂട്ടത്തിലില്ല. ഉപകരണം കാണാതായതല്ല, മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അന്വേഷണ സംഘത്തോട് നേരത്തെ പറഞ്ഞതാണ്. പരിചയമില്ലാത്ത ഉപകരണം വെച്ച ഓപ്പറേഷൻ ചെയ്ത രോഗികളുടെ ജീവന് പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ്? അത് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ട്. ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പരിശീലനം ചെയ്തു വന്നാൽ മാത്രമേ അത് ഇനി ഉപയോഗിക്കുവാനാകൂന്നും അദ്ദേഹം പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനി പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത്. ATM കൗണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ. മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത അരിക്കീഴയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞ് നിർത്തിയത്. കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ 250 രൂപ പിഴ അടയ്ക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു. പിന്നീട് പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക 500 രൂപയായി ഉയർന്നു. താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മുഖത്തടിച്ചു എന്നാണ് പരാതി. മറ്റു പോലീസ് ഉദ്യോഗസ്ഥനെത്തിയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിയത്. പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയിലെന്ന ഫലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു. ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. M5 ന്യൂസ്, മലപ്പുറം. മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെ പടിഞ്ഞാറ്റുമുറി AR ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത്. നടുറോഡിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫറിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. കാക്കി ധരിക്കാത്തതിന് പിഴ ഈടാക്കുന്നതിലെ അവ്യക്തത ചോദിച്ചാണ് മർദ്ദനത്തിന് കാരണം. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് ചിറക്കൽ പമ്പിന് സമീപം വാഹനാപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് ബൈക്കിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ കടമുറിയിൽ ഇടിച്ചാണ് അപകടം. അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ 5:15 അപകടം സംഭവിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബൈക്കിൽ ഇടിച്ചതിനു ശേഷം സമീപത്തെ കടമുറിയിൽ ഇടിച്ചാണ് കാർ നിന്നത്. അപകടത്തിൽ യാത്രക്കാരനായ മഞ്ഞൾപ്പാറ സ്വദേശി മഠത്തിൽ നാണിപ്പ മരണപ്പെട്ടു. അപകടത്തെ തുടർന്ന് കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട്. മരിച്ച നാണിപ്പ ടാപ്പിംഗ് തൊഴിലാളിയാണ്. M5 ന്യൂസ്, മലപ്പുറം. ഇന്ത്യയും ചൈനയും തമ്മിൽ 2017 സംഘർഷമുണ്ടായ ഡോക്ലാം പ്രവിശ്യയിലേക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്തുന്നതിന് ഇന്ത്യ റോഡുകൾ നിർമ്മിക്കുന്നു. ഭൂട്ടാനിൽ ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കാനും സൈനിക നീക്കം എളുപ്പത്തിൽ സാധ്യമാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടിബറ്റിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ്. ഈ താഴ്വരയിൽ ചൈന സ്വന്തം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇനി ഭൂട്ടാൻ സൈന്യത്തിനും ഇവിടേക്ക് എത്താനാകും. ചരക്ക് നീക്കത്തിനും ഈ റോഡുകൾ ഏറെ ഉപകാരപ്രദമാണ്. ഭൂട്ടാനാണ് ഈ റോഡ് ആവശ്യമെങ്കിലും ഭാവിയിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ത്യക്ക് ഈ റോഡുകൾ ഉപയോഗിക്കാനാകും. കുൽഗാം ജില്ലയിൽ സൈന്യം ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു. അഖൽ വനമേഖലയിൽ ഉണ്ടായ വെടിവയ്പിലാണ് ഭീകരനെ സൈന്യം വധിച്ചത്. രാത്രി മുഴുവൻ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നതായും വെടിവയ്പ് ഉണ്ടായിരുന്നതായും എക്സിലെ ഒരു പോസ്റ്റിൽ ആർമിയുടെ ചിനാർ കോർപ്സ് അറിയിച്ചു. ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിൽ നടത്തിയത്. ഓപ്പറേഷൻ അഖൽ എന്ന് പേരിട്ട സൈനിക നീക്കം തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ ആശ്വാസം. 9 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണം, എങ്കിൽ മാത്രമേ നീതി നടപ്പാകുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഛത്തീസ്ഗഡിന് പുറമെ രാജസ്ഥാനിലും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കേസ്. മലയാളി പാസ്റ്റർക്കെതിരെ കേസെടുത്ത് രാജസ്ഥാൻ പോലീസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് കേസ്. സംസ്ഥാന സർക്കാരിന്റെ 2 ദിവസത്തെ സിനിമാ കോൺക്ലേവിന് തുടക്കമായി. ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. സിനിമാ മേഖലയിൽ ഏകീകൃത പെരുമാറ്റച്ചട്ടം, നയരൂപീകരണ കരട് പുറത്ത്. ദ കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം നൽകിയതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിമിഷപ്രിയയുടെ വധശിക്ഷ. കാന്തപുരത്തിന്റെ പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിൽ പോകാൻ അനുമതി നിഷേധിച്ച വിദേശകാര്യ മന്ത്രാലയം. ചർച്ച നടക്കുന്നത് കുടുംബങ്ങൾക്കിടയിലെന്ന് കേന്ദ്ര സർക്കാർ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.